സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ. 30-ൽ 17ഇടത്താണ് LDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇതിൽ കാസർഗോഡ് ജില്ലയിലെ 2ഇടത്ത് LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 12 വാർഡുകളിൽ UDF ജയിച്ചു. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPI പിടിച്ചെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത് മറ്റു വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങുന്നതിന് മുമ്പ് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയമായി ഈ 30 വാർഡുകളെ ഉള്ളുവെങ്കിലും അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യം അതിനുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർ നില മെച്ചപ്പെടുത്തി എന്ന് നമുക്ക് ഈ ഫലം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുമല്ലോ, അല്ലേ? വിജയകുമാർ, സംസ്ഥാനത്തെ 30 തദ്ദേശ ഭരണ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 2ഇടത്ത് കാസർഗോഡ് ജില്ലയിലെ 2ഇടത്ത് LDF എതിരില്ലാതെ വിജയിച്ചിരുന്നു. 28ഇടത്താണ് വോട്ടെടുപ്പ് നടന്നത്. ഇങ്ങനെ മൊത്തം ഫലം വന്ന 30 ഇടങ്ങളിൽ 17 ഇടങ്ങളിലാണ് LDF വിജയിച്ചത്. 15ഇടത്ത് LDF-ൻ്റെ സ്ഥാനാർത്ഥികളും 2ഇടത്ത് LDF സ്വതന്ത്രന്മാരും ആണ് വിജയിച്ചത്. UDF-ന് 12ഇടത്തെ വിജയിക്കാനായുള്ളൂ. ഒരിടത്ത് SDPI ആണ് വിജയിച്ചത്. LDF വിജയിച്ച 15ഇടത്ത് പലയിടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. UDF-ഉം നില മെച്ചപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. 12ഇടത്ത് വിജയിക്കാൻ ആയുള്ളെങ്കിലും നേരത്തെ അവരുടെ അംഗബലം ഈ വാർഡുകളിൽ 7ഇടത്തായിരുന്നു. എന്നാൽ 5ഇടങ്ങളിൽ LDF-ൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത് വിജയിക്കാൻ UDF-നായി. അങ്ങനെയാണ് 12 എന്ന നിലയിലേക്ക് വന്നത്. എന്നാൽ LDF-നും UDF-നും അപ്രതീക്ഷിതമായി തിരിച്ചടി നൽകിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ SDPI വിജയിച്ചു. അവിടെ SDPI സ്ഥാനാർത്ഥി മുജീബ് പുലിപ്പാറയാണ് വിജയിച്ചത്. 226 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത്. അത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്തിലെ പുളിങ്കൊടി വാർഡിലും സമാനമായ രീതിയിൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് LDF വിജയിച്ചു. എന്നാൽ UDF-ഉം തിരുവനന്തപുരത്ത് ഒരിടത്ത് അട്ടിമറി വിജയം നേടി. അത് കരിങ്കുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡിലാണ്. അവിടെ സേവ്യർ ജെറോൺ എന്ന UDF-ൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി LDF-നെ അട്ടിമറിച്ച് 169 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടന്നിരിക്കെ LDF-നും ആത്മവിശ്വാസം നൽകുന്ന ഒരു ഫലമാണ് വന്നിരിക്കുന്നത്. UDF-നും എന്നാൽ വലിയ തോതിൽ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. അവർ നില മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നത്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് LDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഫലമാണ്. UDF-ന് കാര്യമായ തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. 12ഇടത്ത് ജയിച്ചു. അതിൽ LDF-ന്റെ സീറ്റുകൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വർഷമാണിത്. ആ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന മുന്നണികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.